ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇലക്ട്രിക്കൽ വർക്കിൽ പൈപ്പ് മണ്ണിലൂടെ ഇടാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ഡിബേറ്റാണ്. മണ്ണിലൂടെ ഇടാൻ പറ്റും, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ബീം വരുന്ന, അതായത് നമ്മുടെ തറയുടെ മുകളിൽ ബീം വരുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ മണ്ണിലൂടെ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഉദാഹരണം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ബീം കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞമാർക്ക് പൈപ്പ്, അതിന്റെ എന്താ പറയുക, സ്റ്റീൽസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകും. അതുപോലെയാണ് പിന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണിലൂടെ ഇടുമ്പോൾ അതേപോലെ തന്നെ ഉണ്ടാവും. ഇവിടെയൊക്കെ ക്രോസിംഗ് വരുന്ന ബീമുകളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ പൈപ്പ് ഇലക്ട്രിക്കൽ പൈപ്പ് തന്നെ ഇടണം കേട്ടോ. അല്ലാതെ ഈ പറഞ്ഞമാർക്ക് എന്താ പറയുക, പ്ലംബിങ്ങിന്റെ പൈപ്പ് ഒന്നും മണ്ണിലൂടെ ഇടുമ്പോൾ അത് ശാശ്വതമായ പരിഹാരമല്ല. പ്ലംബിങ്ങിന്റെ പൈപ്പ് എപ്പോഴും ഡിസൈൻ ചെയ്തിട്ട് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്, അത് ഇലക്ട്രിക്കലിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പൈപ്പ് സെലക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ എന്താണ് ആ ബീമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ കാണുന്നതാണ് ആ ബീം. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ മണ്ണിലൂടെ പൈപ്പ് ഇടുമ്പോൾ മണ്ണിലൂടെ അല്ല ഇടേണ്ടത്. നമ്മൾ മണ്ണ് കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് വരുന്നുണ്ട്, കോൺക്രീറ്റിലൂടെ ഇടാം. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞമാർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് മുകളിലൂടെ ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ടൈൽസിന്റെ അടിയിൽ കുറച്ച് ക്യാപ്പ് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ISI മീഡിയം പൈപ്പ് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്യാപ്പ് ഉണ്ടാവും എന്നുള്ളത്. സാധാരണ വീടുകളിൽ 3-4 ഇഞ്ചൊക്കെ ക്യാപ്പ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വീട് കണ്ടില്ലേ. അങ്ങനെ ഒരു സൈറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് അളവെടുത്താണ് 3 ഇഞ്ച് ക്യാപ്പ് അവിടെ വരുന്നുണ്ട് ടൈൽസിൻ്റെ അടിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് കൂളായിട്ട് എന്താ പറയുക, അതിൻ്റെ ഉള്ളിലൂടെ 2 സെൻറ്റിയാണ് നമ്മൾ പൈപ്പ് വരുന്നത്. ഇനി 25-ന്റെ പൈപ്പാണെങ്കിൽ 2.5 സെൻറ്റി വരുള്ളൂ. അപ്പോൾ കൂളായിട്ട് ഇടാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പൈപ്പ് ഇടുമ്പം അതിൽ മണ്ണ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെയ്യുന്ന ആൾക്കാരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞമാർക്ക് ആ ബോക്സ് അഡാപ്റ്റർ ഇട്ട് ഉറപ്പിക്കുക. ഇതേപോലെ തന്നെ വൃത്തിയായിട്ട് അഡാപ്റ്റർ ഉറപ്പിക്കുക. ഇതിൽ ഇപ്പോൾ അഡാപ്റ്റർ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലൂടെ പൈപ്പ് കയറ്റി ആദ്യം ബോക്സ് പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഇതിൽ അഡാപ്റ്റർ കണ്ടില്ലേ, ഇതേപോലെ അഡാപ്റ്റർ ഫിക്സ് ചെയ്തിട്ട് ഈ പൈപ്പാണ് ഈ കാണുന്നത്, ഈ അഡാപ്റ്ററിൻ്റെ ഹോളാണ്. ഈ ഹോളിലോട്ട് നേരെ പൈപ്പ് പശ ഇട്ട് കയറ്റിയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ളത് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇതേപോലെ പശ ഇട്ട് കയറ്റി കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വേറെ എന്താ പറയുക, ഉറുമ്പ് കയറാനോ അതിനുള്ള സാധ്യതകളൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ ഡയറക്റ്റ് അതിലോട്ട് കൊണ്ടുപോയി, അല്ലാതെ നേരെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈപ്പുകളിൽ ബെൻഡ് യൂസ് ചെയ്യാതിരിക്കുക. ബെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്, വയർ വലിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെയാണ് പിന്നെ അതിലെ ജോയിൻറ്റുകൾ കൂടുതലാണ്. ഒരു ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 വശത്തും ജോയിൻറ്റ് വരും. അപ്പം പുള്ളർ തള്ളുന്ന സമയത്ത് അവിടെ പോയി തങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റീവയറിങ് പോസിബിൾ ആവില്ല. അതുപോലെ തന്നെയാണ് ജോയിൻറ്റ്. ഓരോ ജോയിൻറ്റുകളും നമുക്ക് സേഫ്റ്റി ഇഷ്യൂ വരും. അത് പശട്ട് ഒട്ടിച്ചാൽ പോലും നമുക്കത് എന്താ പറയുക, പ്രോപ്പറായിട്ട് അത് അത്രയും ബെൻഡുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ആ ബെൻഡിൻ്റെ എണ്ണം കൂടുന്നത് തന്നെ ഒരു സേഫ്റ്റി ഇഷ്യൂ ആണ്. അപ്പോൾ 20 മീഡിയം പൈപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബെൻഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ഇത്രയും വലിയ ബെൻഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഷോർട്ട് നമുക്ക് ബെൻഡൊക്കെ കടയിൽ നിന്ന് നിങ്ങൾക്ക് മേടിച്ചാൽ കഴിയുമ്പോൾ വളരെ ഷോർട്ടായിരിക്കും ബെൻഡ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വലിയ വലിയ ബെൻഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളർ തള്ളാൻ സുഖമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ജോയിൻറ്റുകളോ കാര്യങ്ങളൊന്നും വരില്ല. മാക്സിമം ജോയിൻറ്റുകൾ ഉറക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്ന ജോയിൻറ്റുകളിൽ നമുക്ക് ഈ കപ്ലർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. കപ്ലർ യൂസ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തടസ്സമോ കാര്യങ്ങളോ വരില്ല. പിന്നെ ഇവിടെ കാണിച്ചാൽ ഇതേപോലെ കൊണ്ടുപോകുമ്പോൾ ഓരോ ഭാഗത്ത് നമുക്ക് അടുത്ത പൈപ്പിലോട്ട് വരുമ്പോൾ കപ്ലറുകൾ യൂസ് ചെയ്തിട്ട് അതിൽ പശയിട്ട് ഒട്ടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കറക്റ്റായിട്ട് അഡാപ്റ്റർ ഇട്ട് ഫിക്സ് ചെയ്യുക, അതിലോട്ട് പശട്ട് കയറ്റുക. അതേപോലെ തന്നെ ജോയിൻറ്റുകൾ എപ്പോഴും കപ്ലർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ബെൻഡ് വളച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ ബെൻഡ് ഇടാൻ പറയുക. അതേപോലെ തന്നെ ISI മീഡിയം പൈപ്പ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് ലോക്കൽ കമ്പനീസ് ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യാതൊക്കെ. പിന്നെ ISI ഒറിജിനൽ അല്ലെന്ന് കൂടി നോക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ മനസ്സിലാവില്ല. അതേപോലെ തന്നെ അതേ ഒരു ബ്രാൻഡിൽ തന്നെ ഒരു കടക്കാർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന പോലത്തിൽ മിക്സ് ചെയ്തിട്ട് വയർ വരെ വരുന്നുണ്ട്. അപ്പം നമുക്ക് സേഫ്റ്റി ഇഷ്യൂ നോക്കണം. അപ്പോൾ അത് നിങ്ങൾ ഒറിജിനൽ ISI ആണോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യണം. അതിന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, പൈപ്പ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ. അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിലത്തിലൂടെ ഇടാൻ പറ്റും. ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും വരില്ല. ചെയ്യുന്നിടത്തും മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നിടത്തും ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് മണ്ണിലൂടെ ചെയ്യാൻ പറ്റും. മണ്ണിലൂടെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ഈസി ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞമാർക്ക് വീട് നന്നായിട്ട് വെട്ടിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിൻ്റെയൊക്കെ ഡിസൈനിങ് കൺസൾട്ടിങ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക്